നേപ്പാളിലെ പ്രളയത്തിൽ മരണസംഖ്യ 538 ഉയർന്നു. 393 മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ലെന്ന് നേപ്പാൾ അധികൃതർ വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ 1500-ലധികം പേരെയാണ് കണ്ടെത്താനുള്ളത്. റിസ്വയിൽ നിന്ന് 117 വിദേശികളെ രക്ഷപ്പെടുത്തിയവരിൽ 85 ഇന്ത്യക്കാരാണ്. 16 പേർ ചൈനയിൽ നിന്നുള്ളവരുമാണ്. റഷീദ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഷീദ്, മരണസംഖ്യ ഉയരുന്നുണ്ട്, അത് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. 500 കടന്നിരിക്കുന്നു മരണസംഖ്യ. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തെരച്ചിലുകൾ എങ്ങനെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്? റഷീദ്, നിലവിൽ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യോമസേനയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 60-ലധികം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, റസുവ അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് എത്തിപ്പെടാൻ ഇതുവരെയും വാഹനങ്ങൾക്കായിട്ടില്ല. 40 കിലോമീറ്ററിലധികം റോഡുകൾ പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നേപ്പാളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നെന്നുള്ളതാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മരണസംഖ്യ ഓരോ മിനിറ്റിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 538 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നേപ്പാൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 398 പേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ള കാര്യം കൂടിയും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പല മൃതശരീരങ്ങളുടെയും അവയവങ്ങൾ വേറിട്ട സ്ഥിതിയിലാണ് ഉള്ളത്. DNA പരിശോധനകളിലൂടെ മാത്രമായിരിക്കും ഇവ കണ്ടെത്താനാവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കാലതാമസം എടുത്തേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം കൂടുതൽ മേഖലകളിലേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് രണ്ടാം പ്രളയത്തിന് ഒരു മുന്നറിയിപ്പ് ചൈന റസുവ ജില്ലയ്ക്ക് നൽകിയിട്ടുള്ളത്. ഹിമപാതം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റസുവ ജില്ലയെ ഇത് സാരമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടത്തെ ചൈനീസ് എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങളും മുന്നറിയിപ്പുകളും റസുവ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും നൽകിയിരിക്കുകയാണ്. നദീതീരങ്ങളിലുള്ളവർ എല്ലാവരും തന്നെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കനത്ത ജാഗ്രത പാലിക്കണമെന്ന് NDRF-നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 117 പേരെ റസ്വ ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിലേറെ ആശ്വാസകരമായിട്ടുള്ളത് 85 പേർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളതാണ്. 16 പേർ ചൈനയിൽ നിന്നുള്ളവരും 9 പേർ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ളവരാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ടൂറിസം വകുപ്പും വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ 285 പേരെ കാണാനില്ല എന്നുള്ളതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. കൂടുതൽ ആളുകളെ കണ്ടെത്താനായിട്ട് നടപടികൾ ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ഇതിനോടകം തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ സേനാ വിഭാഗങ്ങളെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കായിട്ട് അയക്കുമെന്നുള്ള കാര്യം കൂടി S. ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കനത്ത ജാഗ്രതയും ഇവിടെയുണ്ട്. നേരത്തെ ഈ ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1.5 മണിക്കൂറോളം നേരം ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരുന്നു. കാരണം ഈ ഹിമപാതം ഉണ്ടാവുകയാണെങ്കിൽ അത് സാരമായിട്ട് തന്നെ റസ്വ ജില്ലയെ ബാധിക്കുമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടക്കുകയാണെങ്കിൽ അത് ദുഷ്കരമാകാനുള്ള സാധ്യതയും കൂടുതൽ അപകടങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ എങ്കിൽ പോലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കണ്ടെത്തുന്നതിനായിട്ട് ഈ റസ്വ ജില്ലയുടെയും മറ്റു സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇവിടെ എത്തുന്നുണ്ട്. മൃതശരീരങ്ങൾ ഒന്നും തന്നെ തിരിച്ചറിയാൻ ആവാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം